നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി പരമ തത്വ സമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ പരമതത്വ സമീക്ഷാ സത്രം ഡിസംബർ 19 മുതൽ 28 വരെ നടക്കുമെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ അറിയിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 7ാം ദിവസം എങ്കക്കാട് ശ്രീ ദുർഗ കലാക്ഷേത്ര അധ്യാപിക സന്ധ്യ ശ്രീഭൻ്റെ വിദ്യാർത്ഥികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി പരമ തത്വ സമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ പരമതത്വ സമീക്ഷാ സത്രം ഡിസംബർ 19 മുതൽ 28 വരെ നടക്കുമെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ അറിയിച്ചു. പരമതത്വ സമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ 24ാമത് പരമതത്വ സമീക്ഷാ സത്രം ഡിസംബർ 19 മുതൽ 28 വരെ നടക്കുമെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ അറിയിച്ചു. സഭാനികേതനിൽ നടന്ന സത്രസമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ സാധു പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി മാ ഗുരുപ്രിയ, കെ വിജയൻ മേനോൻ, രമേശ് കേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം പൂര കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്നു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കഥകളി കലാകാരൻ ശ്രീ കലാമണ്ഡലം കൃഷ്ണകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഒരു കഥകളി കലാകാരനായ എന്നെ കുമരനെല്ലൂർ വിഭാഗം ഉദ്ഘാടനത്തിന് വിളിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ ബാലുമേനോന്നൊക്കെ വിളിക്കൂട്ടോ, ബാലു എന്ന് വിളിക്കും. ചിലപ്പോൾ അടുപ്പാവും. പൂരത്തിനിവിടെ കഥകളി നടത്തി ബാലുവിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നടത്തിയിട്ട്. അപ്പം അങ്ങനെ കുമരനെല്ലൂർ ദേശമായിട്ട് ഈ ബാലുവിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ അവർക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും കമ്മിറ്റിക്കാരോടും ഈ നാട്ടുകാരോടും എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോഓർഡിനേറ്റർ വി സുരേഷ് കുമാർ, എങ്കക്കാട് വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ PR സുരേഷ് കുമാർ, K സതീഷ് കുമാർ, വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എന്നിവർ വിശിഷ്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ദേശത്തിനായി വിശിഷ്ട സേവനം കാഴ്ചവെച്ച K ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും മെമന്റോ നൽകി ആദരിച്ചു. ഗജൻജി P പ്രസാദ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി PA വിപിൻ സ്വാഗതം പറഞ്ഞു. ദേശ കമ്മിറ്റി ഭാരവാഹികളായ V ശ്രീധരൻ, വാസുദേവൻ കയറാട്ട്, KR രമേശ്, ഹരിദാസ് കയറാട്ട്, K ബാലകൃഷ്ണൻ, ശ്രീനാഥ് പുഴങ്കര, രാഹുൽ ഓലശ്ശേരി, P അയ്യപ്പൻകുട്ടി, K കൃഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അടുത്ത കൊല്ലത്തെ ഭാരവാഹികളായി AK സതീഷ് കുമാർ പ്രസിഡന്റ്, PA വിപിൻ ജനറൽ സെക്രട്ടറി, K ബാലകൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ്, P പ്രസാദ്, ഗജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 7ാം ദിവസം എങ്കക്കാട് ശ്രീ ദുർഗ കലാക്ഷേത്ര അധ്യാപിക സന്ധ്യ ശ്രീഭൻ്റെ വിദ്യാർത്ഥികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 7ാം ദിവസം എങ്കക്കാട് ശ്രീ ദുർഗ കലാക്ഷേത്രം അധ്യാപിക സന്ധ്യ ശ്രീഭൻ്റെ വിദ്യാർത്ഥികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. ലാസ്യ രൗദ്രഭാവങ്ങളുടെ ചുവടുകളുമായി ആസ്വാദകരുടെ മനം നിറച്ചു. നൃത്തം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ക്ഷേത്രം ഉപദേശക സമിതിയുടെ മൊമെന്റോകൾ സമിതി പ്രസിഡന്റ് രാജേഷ്, സിദ്ധാർത്ഥൻ എന്നിവർ സമ്മാനിച്ചു. തൃശൂർ മണ്ണുത്തി മുല്ലക്കരയിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ 40 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. തൃശൂർ മണ്ണുത്തി മുല്ലക്കരയിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് 40 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായത്. ഇന്ന് വെളുപ്പിന് 2 മണിയോടെയാണ് സംഭവം. ഒല്ലൂക്കര പെരുമായൻ വീട്ടിൽ സിൻറ്റോ ആന്റണി, ഒല്ലൂക്കര മുടിക്കോട് താഴത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷഫീർ എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിയ രാസലഹരിയുമായി പിടികൂടിയത്. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്നതാണ് ഈ രാസലഹരിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ N സുദർശന
കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KK വത്സൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ VS സുരേഷ് കുമാർ, AT ഷാജു, അഫ്സൽ S, സിവിൽ എക്സൈസ് ഓഫീസർ CJ റിജോ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഹലോ ദോസ്ത് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് കൂട്ടായ്മയുടെ 2025 സെപ്റ്റംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും കുമരനെല്ലൂർ NSS ഹാളിൽ വെച്ച് നടന്നു. ഹലോ ദോസ്ത് പ്രസിഡന്റ് KK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജോയിന്റ് RTOയും MES തലപ്പള്ളി താലൂക്ക് റിലീഫ് കമ്മിറ്റി ചെയർമാനുമായ അസഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഹലോ ദോസ്ത് വൈസ് പ്രസിഡന്റ് MH ഷാനവാസ്, ട്രഷറർ വിനോദ് തുമ്പറമ്പിൽ, അബ്ദുൽ ജബ്ബാർ KA, OR രാമചന്ദ്രൻ, പ്രകാശൻ ചെമ്പത്ത്, കൃഷ്ണകുമാർ K, CV ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് കിറ്റുകൾ നൽകി വരികയാണ്. തുടർന്നും ഇത് മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഹലോ ദോസ്ത് ഭാരവാഹികൾ അറിയിച്ചു. ഒരു ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒക്ടോബർ 3 എങ്കക്കാട് സ്വീകരണം നൽകും. സെപ്റ്റംബർ 30 ആരംഭിച്ച് ഒക്ടോബർ 1 മുതൽ 4 വരെ സംഘടിപ്പിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒക്ടോബർ 3 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എങ്കേക്കാട് ഉങ്ങുംതറ സെന്ററിൽ സ്വീകരണം നൽകും. ജാഥ സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നു. CPI വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി CV പൗലോസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ഷീല മുരളി, CPM ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ്, ബ്രാഞ്ച് സെക്രട്ടറി O രാജൻ, CPI ബ്രാഞ്ച് സെക്രട്ടറി KK ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ സ്വീകരണ പരിപാടിയും അതിനു മുന്നോടിയായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുന്നതിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഭാരവാഹികൾ KK ശിവശങ്കരൻ ചെയർമാൻ, മിഥുൻ സജീവ് കൺവീനർ. ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച് പണയം വെച്ച കേസിൽ ക്ഷേത്രശാന്തിക്കാരൻ അറസ്റ്റിൽ. മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന 2 പവൻ 7 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച ശാന്തിക്കാരൻ പിടിയിൽ. കോഴിക്കോട് അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ അശ്വന്താണ് അറസ്റ്റിലായത്. 2020 ഫെബ്രുവരി 2-ാം തീയതിയാണ് പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത്. അന്നു മുതൽ ക്ഷേത്രം കമ്മിറ്റി പതിവ് പോലെ അശ്വന്തിനെ ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപ്പാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നു. കമ്മിറ്റി അംഗങ്ങൾക്ക് ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ എല്ലാം അവിടെ തന്നെ ഇല്ലേ എന്ന് സംശയം വന്നതിനെ തുടർന്ന് അശ്വന്തിനോട് തിരുവാഭരണങ്ങൾ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും വന്നാൽ മാത്രമേ കാണിക്കാനാകൂ എന്ന് പറയുകയായിരുന്നു. എല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചാലക്കുടിയിലെ ബാങ്കിൽ പണയം വെച്ചതായി അശ്വന്ത് അറിയിക്കുകയായിരുന്നു. തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് പരിശോധിച്ചതിലാണ് 10 ഗ്രാം തൂക്കം വരുന്ന കാശുമാല, 7 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണവള, 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണത്തിന്റെ മണിമാല, സ്വർണത്തിന്റെ 2 കണ്ണുകൾ, സ്വർണത്തിന്റെ 4 പൊട്ടുകൾ എന്നിവ ശ്രീകോവിലിൽ നിന്ന് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത്. തുടർന്ന് ശാന്തിക്കാരനായ അശ്വന്തിനെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അശ്വന്ത് എറണാകുളം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പാലാരിവട്ടത്തും തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന പ്രവീൺ കാഞ്ഞങ്ങാട്ടിൻ്റെ 7ാമത് ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന പ്രവീൺ കാഞ്ഞങ്ങത്തിന്റെ 7ാമത് ചരമവാർഷികം വടക്കാഞ്ചേരിയിൽ സമുചിതമായി ആചരിച്ചു. AS ഹംസ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, PJ രാജു, ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ ബിജു ഇസ്മായിൽ, ശശിമംഗലം, അനു സെബാസ്റ്റ്യൻ, G ഹരിദാസ്, ശശി മാസ്റ്റർ, മുസ്തഫ അള്ളന്നൂർ, രാകേഷ് അകമ്പാടം, അമൽ തുടങ്ങി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾ പങ്കെടുത്തു. കുറ്റൂരിൽ 1.5 കോടി രൂപയുടെ സ്വർണ്ണാഭരണ മോഷണം പോയ കേസിൽ വീട്ടുജോലിക്കാരൻ പിടിയിൽ. കുറ്റൂർ നൈതലക്കാവ് അമ്പലത്തിനടുത്ത് സോന മോഹനന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ഓഗസ്റ്റിൽ 1.5 കോടി രൂപയുടെ സ്വർണ്ണരത്നാഭരണങ്ങൾ കവർന്ന കേസിൽ വീട്ടുജോലിക്കാരനായ കൊൽക്കത്ത സ്വദേശി കച്ച് ഷെയ്ഖിനെ വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്ത്രീയ അന്വേഷണങ്ങളും വിശദമായ ചോദ്യം ചെയ്യലുകളും നടത്തി ആഭരണങ്ങൾ മുഴുവൻ വീണ്ടെടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ ACP SP സുധീരന്റെ നേതൃത്വത്തിൽ വിയ്യൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മിഥുൻ KP, ASI സജീവ് AV എന്നിവർ ചേർന്നായിരുന്നു അന്വേഷണം.
ദേശീയപാത 66 ചന്ദ്രപ്പിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. ഇന്ന് രാവിലെ 9 മണിയോടെ ചന്ദ്രപ്പിന്നി സെന്ററിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. പ്ലൈവുഡ് കെട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടതെന്ന് പറയുന്നു. റോഡിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഒരു വ്യാപാര സ്ഥാപനവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തും സഹായിയുമാണ് ലോറിയിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഊത്രളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. ഊത്രളിക്കാവ് ഭഗവതി ക്ഷേത്രം നവരാത്രി മഹോത്സവങ്ങളുടെ ഭാഗമായുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം സ്പെഷ്യൽ ദേവസ്വം ഓഫീസർ ഉദയകുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നൃത്യഹർഷ കലാക്ഷേത്ര വിദ്യാർത്ഥിനികളായ വർഷ ജയപ്രകാശും അഞ്ജലി ശിവശങ്കറും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി പരമ തത്വ സമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ പരമതത്വ സമീക്ഷാ സത്രം ഡിസംബർ 19 മുതൽ 28 വരെ നടക്കുമെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ അറിയിച്ചു. ഊത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ 7ാം ദിവസം എങ്കക്കാട് ശ്രീ ദുർഗ കലാക്ഷേത്ര അധ്യാപിക സന്ധ്യ ശ്രീഭൻ്റെ വിദ്യാർത്ഥികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.